യതി ഫോണിലൂടെ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. മാത്രമല്ല, നമ്മൾ അവസാനം കേട്ടത് ജീവനുള്ള നരേന്ദ്രൻ തമ്പിയുടെ സ്വരവാ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും ഒരു പിടിയുമില്ല. യതിയെ നമ്മൾ പിന്നെ കണ്ടിട്ടേയില്ല. അല്ലെങ്കിൽ വിശദ വിവരം അവനോട് ചോദിച്ചറിയാമായിരുന്നു. യതി വാക്ക് പറഞ്ഞ വാക്കാ. അവന്റെ ജോലി അവൻ തീർത്തിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. ആ, എന്നിട്ട് അവൻ എവിടെ ഹരീഷേ? ചത്തവനുമില്ല, കൊന്നവനുമില്ല. മുറിച്ചിട്ട മുറി ഓടുന്നവനാ നരേന്ദ്രൻ തമ്പി. ജീവനോടെ ഉണ്ടെങ്കിൽ തമ്പി ഇപ്പൊ തിരിച്ചു വരേണ്ടതല്ലേ? ഇതുവരെ വന്നില്ലല്ലോ. അതിന്റെ അർത്ഥം തമ്പി തീർന്നു തന്നെയാ. ആ, പിന്നെ എന്താ രണ്ടാമത്തെ വാർത്ത? കൽപ്പന തട്ടിക്കൊണ്ടുപോയ ശീതളിനെ പോലീസ് വീണ്ടെടുത്തു. സത്യമാണോ ജയശീല? അതോ നമ്മളെ കെണിയിലാക്കാൻ പോലീസ് നൽകിയ വല്ല ഫേക്ക് ഇൻഫർമേഷനും ആണോ? ഏയ്, വാർത്ത സത്യം തന്നെയാ. പക്ഷേ ശീതളിന് തമ്പിയെ പറ്റി ഒരു വിവരമില്ല. കൽപ്പന തമ്പിയെ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ശീതളിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടേണ്ടതാണ്. പക്ഷേ അവക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അത് രണ്ടും തമ്മിൽ വെറുതെ കൂട്ടിക്കുഴക്കണ്ട. തമ്പിയെ കൊന്ന് കുഴിച്ചിടാനൊന്നും യതി ഏതായാലും മെനക്കെടില്ല. ശവം കല്ലുകെട്ടി പുഴയിൽ താഴ്ത്താനാ പരിപാടിയെന്ന് യതി നമ്മളോട് പറഞ്ഞതല്ലേ? എന്റെ ഹരീഷെ, അവൻ പ്ലാൻ ഇട്ടതുപോലെ നടന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അത് നടന്നിരുന്നെങ്കിൽ പോലീസിന് തമ്പിയുടെ ശവം കിട്ടിയനെ. പുഴ മുഴുവൻ അവർ അരിച്ചു പറക്കിയതാ. ഒരു പക്ഷേ അതിനു പറ്റിയ ഒരു സ്ഥലം കാണാൻ പറ്റാതെ അവൻ തമ്പിയുടെ ശവം എടുത്ത് വണ്ടിയിലിട്ട് മറ്റെവിടെയും കൊണ്ടുപോയിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിക്കാലോ. പിന്നെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. ശീതളിനെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇനി സ്വത്തിന്റെ മുഴുവൻ അവകാശം അവളാ. എന്ന് വെച്ചാ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി എന്നർത്ഥം. തമ്പിയുടെ സ്വത്ത് കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നിങ്ങളുടെ പ്രശ്നം. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്തു. ഇനി അഥവാ തമ്പി ജീവനോട് തിരിച്ചു വന്നാൽ അക്കാര്യം അപ്പം നോക്കാം. നരേന്ദ്രൻ തമ്പി തിരിച്ചു വന്നാ പിന്നെ എത്ര സ്വത്ത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല ഹരീഷ്. അനുഭവിക്കാൻ ഞങ്ങളാരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഞങ്ങൾ മാത്രമല്ല, ഹരീഷും. പറഞ്ഞത് മനസ്സിലായല്ലോ. എന്തിനാ കാണണമെന്ന് പറഞ്ഞു? ശീതളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആരെങ്കിലും പോണ്ടേ? അത് പോലീസല്ലേ ഹാജരാക്കുന്നേ, നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? കോടതിയിൽ ഹാജരാക്കുന്നതോടെ പോലീസുകാരുടെ ജോലി കഴിഞ്ഞല്ലോ. നമ്മൾ ആരെങ്കിലും ചെന്ന് അവളെ ഏറ്റുവാങ്ങണ്ടേ? പോലീസ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടോളും. നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് പോരാ, അവൾക്ക് ആരും ഇല്ലാന്ന് തോന്നരുതല്ലോ. നമ്മൾ ആരെങ്കിലും പോണം. ഞാൻ ഇങ്ങനൊരവസ്ഥയിലായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ വന്നേനെ. ഞങ്ങൾ ചെന്ന പോലീസ് അവളെ ഞങ്ങളെ കൂടെ അയക്കൂ. അല്ലാതെ അവരെന്ത് ചെയ്യും? അവൾക്കിനി ബന്ധുക്കളായിട്ട് നമ്മളല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് പോവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ടാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവന്നോളാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നമ്മളിനി വേണ്ടാത്ത വയ്യാവിലേക്ക് ഏറ്റെടുക്കണോ ചേട്ടാ? ആ പൊട്ടിപ്പെണ്ണ് നമ്മുടെ ആരുമല്ല. പിന്നെന്തിനാ നമ്മൾ അവളെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ആരെങ്കിലും ചെന്ന് കൊണ്ടുവരണ്ടേ, അല്ലാതെ എങ്ങനെയാ? കോടതി അവളെ വിട്ടുകൊടുക്കുന്നത് ബന്ധുക്കൾക്കാ. നമുക്ക് ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് മാറിന്നാ പോരെ.
കോടതി അവളെ വല്ല അഭയകേന്ദ്രത്തിലേക്കും അയച്ചോളും. അവളുടെ അച്ഛനായ നരേന്ദ്രൻ തമ്പി മിസ്സിംഗ് ആണെന്നും തമ്പിയുടെ ഭാര്യ കാലൊടിഞ്ഞ് വീട്ടിലിരിപ്പുണ്ടെന്നും ഒക്കെ പോലീസ് കോടതിയിൽ പറയും. രക്ഷിതാക്കൾക്ക് നേരിട്ട് വന്ന് ശീതളിനെ ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പ കോടതിക്ക് ബോധ്യപ്പെടും. അവക്ക് സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ. എഴുത്തും വായനയൊക്കെ അറിയാം. ചെറിയമ്മയുടെ അടുത്ത് പോണമെന്ന് ശീതൾ കോടതിയിൽ ആവശ്യപ്പെട്ട പോലീസുകാരെ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടും. അമ്മുവിന് നമ്മളോടുള്ള വൈരാഗ്യ ബുദ്ധി ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും. അമ്മൂന്റെ സ്നേഹവും വൈരാഗ്യവും ഒന്നും ഇനി നമ്മൾ കൂടുതലായിട്ട് കണക്കിലെടുക്കണ്ട. അല്ലെങ്കിൽ എന്താ, നമ്മളോട് അവൾക്ക് വലിയ പ്രിയമാണോ? ആ, ശീതളിനെ ഏറ്റെടുക്കാൻ നമ്മൾ ആരും ചെന്നില്ലെങ്കിൽ പോലീസ് അത് ശ്രദ്ധിക്കും ദേവാ. അങ്കിളിനെ കാണാതായതോടെ അയാളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ അവഗണിക്കുന്നു എന്നൊരു സംശയം പോലീസിനുണ്ടാകാൻ പാടില്ല. ചിലപ്പോ അങ്കിളിന്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെടുത്തി നമ്മളെ അവർ സംശയിച്ചു തുടങ്ങാൻ ആ ഒരൊറ്റ കാരണം മതി. ആ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. തൽക്കാലം നമുക്ക് പോലീസുമായിട്ട് അങ്ങ് ഒട്ടി നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുറച്ച് ചോർത്തിയെടുക്കാൻ പറ്റും. നരേന്ദ്രൻ തമ്പി ഇല്ലാതായാൽ അതുകൊണ്ട് ഏറ്റവും ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? അയാളുടെ സ്വത്ത് കിട്ടാൻ പോകുന്നത് ആർക്കൊക്കെയാണ്? ഇതൊക്കെ തമ്പിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെടുത്തി പോലീസ് സംശയദൃഷ്ടിയോടെ നോക്കൂ. ആ നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളികളാണെന്ന് വേണം കരുതാൻ. ആ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് നമ്മളെ സംശയിക്കുന്ന ഒരു നീക്കവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. എടാ, അത് മാത്രമല്ല, ശീതൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അങ്കിളുടെ സ്വത്തെല്ലാം അവളുടെ പേരിലേ വരും. ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ ആ പൊട്ടി പെണ്ണിനെ കൊണ്ട് പറ്റൂ? എടാ, അവളോട് ഒട്ടി നിന്ന കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് തന്നെ അങ്ങ് നടത്താം. പക്ഷേ അമ്മ ഒരു തടസ്സമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. വേണ്ടി വന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും കമ്പനിയും ഒക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവൾക്കുണ്ട്. തടസ്സങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി വെട്ടിമാറ്റും. അല്പം കഴിയട്ടെ. ഇപ്പോൾ ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ആവശ്യം. എന്താ ചേട്ടാ ഇത്ര വലിയ ആലോചന? കോടതി ചെന്ന് ശീതളിനെ കൂട്ടിക്കൊണ്ടുവരണം. ആ കാര്യം പറയുമായിരുന്നു. അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. തൽക്കാലം നല്ല സ്നേഹത്തിൽ തന്നെ ഇടപെട്ടോ. പൊട്ടിയാണെങ്കിലും അവള് നമ്മുടെ കൂടെയുള്ളത് നമുക്കൊരു ബലവാ. ഈ സ്വത്തിന്റെ എല്ലാം അനന്തരാവകാശിയല്ലേ. തൽക്കാലം അവളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാം. വേണ്ടെന്ന് തോന്നുമ്പോ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയണം. അത്ര തന്നെ. ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. ഇന്നെവിടെയാ കൊട്ടേഷൻ? ഇന്ന് നിന്റെ അമ്മായി അച്ഛന്റെ അങ്ങേര് ചത്തുപോയില്ലേ? ഭാഗ്യം. അമ്മേ, അമ്മേ, ആ എന്താടാ? ഞാനൊന്ന് പുറത്തു പോവാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? ഇല്ലമ്മ, ഉച്ചക്ക് വരാൻ പറ്റില്ല. ആ പിന്നെ ഞാൻ ചോദിച്ച പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണേ. വരട്ടെ. അതെ, മകന്റെ യാത്ര എങ്ങോട്ടൊക്കെയാണെന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. അതെന്താടി അർത്ഥം വെച്ചൊരു പറച്ചില്? കഴിഞ്ഞൊരു ദിവസം എറണാകുളത്ത് പോവാണെന്ന് പറഞ്ഞു പോയല്ലോ. എറണാകുളത്ത് തന്നെയാണോ പോയത്? നിനക്കെന്താ ഒരു സംശയം? അല്ല, അമ്മ ഇവിടുന്ന് മകനെ ആങ്ങളെ മാറി മാറി വിളിക്കുന്നത് കേട്ടു. അവരെ കിട്ടിയതുമില്ല. എനിക്ക് എന്റെ മകനെ ഒരു തവണ ഫോണിൽ കിട്ടിയടി. ഞാൻ സംസാരിക്കുകയും ചെയ്തു. അതെ, ഒരു കാര്യം അമ്മ ഓർത്ത് വെച്ചേക്കണം. നരേന്ദ്രൻ തമ്പിയെ കാണാതായി എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാ ഹരീഷും ചന്ദ്രമോഹൻ അങ്കിളും കൂടെ എറണാകുളത്ത് പോവാണെന്നും പറഞ്ഞ് ഇവിടുന്ന് മുങ്ങിയത്. ഞാൻ എറണാകുളത്തെ ഹോട്ടലിൽ വിളിച്ചിരുന്നു. അവിടെയുള്ള ലാൻഡ് ഫോണിൽ ഹരിക്കുട്ടനെ കിട്ടുകയും ചെയ്തു. അതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? ആ ഫോൺ കോളിന്റെ പിന്നാലെ പോലീസ് വരാതെ സൂക്ഷിച്ചോ. മകനെ അമ്മയെ പറ്റിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല പോലീസിനെ കബളിപ്പിക്കാൻ. ആ
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച സ്റ്റേറ്റും നമ്പരും മൊബൈൽ ടവറും ഒക്കെ നോക്കി പോലീസ് സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കും. സ്ഥലം മാത്രമല്ല, ആളിനെയും കണ്ടുപിടിച്ചു കൊണ്ടുപോകും. എന്റെ മോൻ എന്ത് ചെയ്തിട്ടടി പോലീസ് അവനെ പിടിക്കുന്നേ? ചെയ്തത് എന്തൊക്കെയാണെന്ന് പോലീസുകാർ പറയിപ്പിച്ചോളും. ചില കള്ളന്മാരെ പോലീസ് പിടിക്കുമ്പോ അവരെവിടെയൊക്കെ കട്ടിട്ടുണ്ടോ അത് മുഴുവനും പറയിപ്പിക്കുകയല്ലേ, അതുപോലെ. നരേന്ദ്രൻ തമ്പി എന്റെ മോനും തമ്മിൽ എന്താടി ബന്ധം? നീ എന്തുദ്ദേശിച്ച് പറയുന്നേ? നരേന്ദ്രൻ തമ്പിയെ കാണാതായതിന്റെ പിന്നിൽ എന്റെ മോന് പങ്കുണ്ടെന്നോ? പാലപ്പടിക്കലെ സകല സ്വത്തും നരേന്ദ്രൻ തമ്പിക്ക് അടിയറ വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ലോൺ തിരിച്ചടച്ചിട്ട് അതൊന്ന് നേരാവണ്ണം തിരികെ എടുക്കാൻ പറ്റില്ലെന്നും അറിയാം. തമ്പിയുടെ കഥ കഴിഞ്ഞാ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. ഞാൻ മാത്രമല്ല, പോലീസും ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് വരും. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിച്ചോളാൻ, അമ്മയും മകനും ആങ്ങളെയും എല്ലാവരും. കോടതി നേറ്റ് വാങ്ങിക്കൊണ്ട് വരിക. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. അവിടെ വേറെ തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, പോലീസ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഇനിയും തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണമെന്ന്. ഈ വീട്ടിലുള്ളവരറിയാതെ ഇനി ആരും ഇവളെ കൊണ്ടുപോവില്ല. അതെനിക്ക് മനസ്സിലായില്ല. കള്ളനെ കാവലേൽപ്പിച്ച പോലെ ആവരുത്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് ഇവിടെ ആരാ കള്ളൻ? അതൊക്കെ അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ്. അന്നേരം ശരിയായ ഉത്തരം കിട്ടും. ഇന്നലെ രാത്രി ഇവളെ എവിടെയാ താമസിപ്പിച്ചത്? ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വനിതാ പോലീസുകാർ ഉണ്ടായിരുന്നു കൂടെ. രാവിലെ മെഡിക്കൽ ചെക്കപ്പ് പൂർത്തിയാക്കിയിട്ടാ പോലീസ് വന്ന് കോടതിയിലോട്ട് കൊണ്ടുപോയത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ഞാൻ അങ്ങോട്ട് മാറുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആരും നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ ഒരു തരത്തിലും? സാരമില്ല, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. കൽപ്പനയുടെ താവളത്തിൽ വെച്ച് അച്ഛനെ എപ്പോഴേലും കണ്ടായിരുന്നോ? മോളുടെ അച്ഛൻ അങ്ങോട്ട് തന്നെയാ വന്നത്, ഒറ്റയ്ക്ക്. ഒരുപക്ഷെ അച്ഛനെ വേറെ എവിടേക്കെങ്കിലും ആയിരിക്കും കൽപ്പന കൊണ്ടുപോയത്. നീ രക്ഷപ്പെട്ടു പോകുന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. കൽപ്പന അതറിയിക്കാതെ അച്ഛനെ തടങ്കലിൽ വെച്ച് വിലപേശുമായിരിക്കും. സാരമില്ല മോളെ, അച്ഛൻ തിരിച്ചു വരും. മോൾ ഇവിടെ ആയതുകൊണ്ട് അവർക്ക് അച്ഛനെ തിരിച്ചയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വാ, എണീക്ക്, നമുക്ക് മുറിയിലോട്ട് പോവാം.
ഒന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്. വാ. അമ്മ എങ്ങോട്ടായി ഓടുന്നേ? അവരെ വിളിച്ചില്ലല്ലോ, അമ്മൂനെ ശീതളിനെ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്ന് വല്ലതും കഴിക്കും. അവർക്ക് കൊടുക്കണ്ടേ? കൊടുത്തതൊക്കെ മതി. അമ്മ എന്താ ഇവിടുത്തെ അടുക്കള വേലക്കാരിയാണോ? ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അവരെ പോയി ക്ഷണിച്ചോണ്ട് വന്ന് കഴിപ്പിക്കാൻ. അവർക്ക് വിശക്കുമ്പോ വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ. അല്ല, ഇത്രയും നാളും അങ്ങനെയായിരുന്നല്ലോ. ഇത്രയും നാളത്തെ പോലെ അല്ല ഇനി. നമ്മളെന്നും അടിമകളെ പോലെ ദാസിപ്പണി ചെയ്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ ആങ്ങളുടെ വീടല്ലേ ഇത്? അതൊക്കെ ശരിയാ. എങ്കിൽ ഇനി മുതൽ ആ ശരി അനുസരിച്ച് അങ്ങ് പോയാ മതി. അമ്മയ്ക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് പോലെ? അല്ല, നരേന്ദ്രൻ തിരിച്ചു വരുമ്പോ എന്നോടല്ലേ ചോദിക്കുന്നേ? അവളുമാര് ചെന്ന് പരാതി പറയുമല്ലോ, പട്ടിണി കിട്ടുന്നൊക്കെ. അയാളൊന്നും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അമ്മേ. തിരിച്ചു വരാതെ പിന്നെ? എന്റെ അമ്മേ, അങ്കിളിനെ ആ കൽപ്പനയക്ഷി ഉണ്ടല്ലോ, അവൾ ഇതിനകം തന്നെ കൊന്നു കുഴിച്ചുമൂടി കാണും. മണ്ണിനടിയിൽ നിന്ന് മുളച്ചു വരാൻ അത്യുൽപാദന ശേഷിയുള്ള വിത്തൊന്നും അല്ലല്ലോ നരേന്ദ്രൻ തമ്പി. എടാ മോനെ, അവൻ തിരിച്ചു വന്നെങ്കിലോ? ഉറപ്പില്ലല്ലോ. വരില്ലമ്മേ. ചതിക്കുഴിയിലോട്ടല്ലേ മൂക്കം കുത്തി വീണത്. അവള് കൊല്ലും, അത് ഉറപ്പാ. ഓ, അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവള് ചോദ്യം ചെയ്യാൻ വന്നാലോ അമ്മു? ഒറ്റയടി അവളെ ചെകിട്ടത്തേക്ക് കൊടുത്തേക്കണം. എന്തിനാണെന്ന് പോലും പറയരുത്. എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചാൽ മറ്റേ ചെകിട്ടെന്ന് പറഞ്ഞാൽ പറ്റിക്കണം. അതോടെ വാടച്ചോളും. അങ്കിളിന്റെ ഭാര്യയാണെന്നോ മകളാണെന്നോ എന്നുള്ള യാതൊരു പരിഗണനയും വേണ്ട. നമ്മൾ കഴിച്ചിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വിളമ്പി കഴിച്ചോട്ടെ. അമ്മ അത് സമ്മതിച്ചു തരുവോ? അവളുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം? അവൾ ഇനി എന്തോ ചെയ്യാനാ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിലേ നമ്മളുടെ അനുവാദം വേണം. നമ്മളല്ലാതെ അവൾക്ക് ഇനി ആരാ ഉള്ളത്? ശിവജി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. ശിവജി കിവജി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വന്ന അവറ്റകൾ ഒന്നിനെ ഈ വീട്ടിനകത്ത് കയറ്റും. നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിൽ വല്ല കഞ്ഞിയും വെച്ച് കുടിച്ചുകൂടെ കടന്നോട്ടെ. അതിനപ്പുറത്തേക്ക് യാതൊരു ഇളവും കൊടുക്കണ്ട. അപ്പൊ ഇനി ആഹാരം കഴിക്കാൻ അവരെ വിളിക്കേ വേണ്ട. അതല്ലേ അമ്മ ഇത്രയും നേരം പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നേ. അവളുമായിട്ട് ഇനി ഒരു സമ്പർക്കവും വേണ്ട. സഹായിക്കണോ? കാണിച്ചത് ഫോൺ അടിച്ചാണോ? നീ വണ്ടി എന്റെ നെഞ്ചത്തോട് ഇടിക്കാൻ കൊണ്ടുവന്നില്ലടാ. ഞാൻ എഞ്ചിൻ റേസ് ചെയ്ത് ഹോൺ അടിച്ചതേ ഉള്ളൂ. വഴിയുടെ നടുക്ക് പോത്തും എരുമയും കന്നാലിയും പട്ടിയും പൂച്ചയൊക്കെ വന്ന് നിൽക്കുമ്പം ഞങ്ങൾ ഡ്രൈവർമാർ ചെയ്യുന്ന പണിയായത്. ബോധമുള്ള കന്നാലികൾ മാറിത്തരും. നീ എന്നെ ഇടിപ്പിക്കാൻ കൊണ്ടുവന്നില്ലേ? ദേ, സത്യത്തിന് നിരക്കാത്ത കാര്യം പറയല്ലേ. നിന്റെ വെളച്ചിൽ ഞാൻ തീർത്തു തരാം. അല്ലമ്മേ, ഞാൻ ഹോൺ അടിച്ചത് കേൾക്കാഞ്ഞിട്ടാണോ? എനിക്ക് മനസ്സിലായിരുന്നു മാറാൻ. നിനക്ക് വണ്ടി അവിടെ തന്നെ ഇടായിരുന്നല്ലോ. വണ്ടി കിടക്കണടുത്ത് വണ്ടി തന്നെ കിടക്കണമെന്ന് ഞങ്ങളെ ടാക്സി ഡ്രൈവർമാരുടെ പ്രമാണം. ടൗണിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലൂടെ ഒരു ബൈക്കുകാരൻ വന്നാൽ പോലും ഞങ്ങൾ ഓടിക്കും. ഞാൻ ചോറുണ്ണാൻ വന്നതാ,
ഇപ്പൊ തന്നെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. അപ്പൊ വഴക്ക് തീരുമല്ലോ. ഹോ ആ അമ്മേ, ഞാനൊരു വിവരം അറിഞ്ഞു. അറിഞ്ഞ കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്കങ്ങ് ശ്വാസം മുട്ടല. അമ്മയുടെ വത്സലപുത്രനുണ്ടല്ലോ കരിക്കുട്ടൻ, അവൻ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തേക്കെന്ന് പറഞ്ഞ് പോയത് എങ്ങോട്ടാണെന്ന് അറിയാവോ? വയനാടിന് സുൽത്താൻ ബത്തേരിയിൽ ഒരു രാത്രി തങ്ങി. അടുത്ത ദിവസം കർണാടകയിലെ ബന്ദിപ്പൂരിലും തങ്ങി. ദോഷം പറയരുതല്ലോ, അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ. അനന്തരവന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ അമ്മാവനും ഉണ്ടായിരുന്നു കൂടെ, ചന്ദ്രമോഹൻ. പിന്നെ ഒന്നാം തരം ഒരു കൊട്ടേഷൻ യൂണിറ്റും. നീ പോടാ, എനിക്കറിയാം എന്റെ ചന്ദ്രേട്ടനെ. ചന്ദ്രേട്ടനല്ലേ കൊട്ടേഷനുമായിട്ട് പോകുന്നത്? മുഴുവന് കേക്ക് തള്ളേ. ചന്ദ്രമോഹന്റെ പാവം ഡ്രൈവർ എറണാകുളത്തെ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നു 2 ദിവസം. എന്തിനാ? അമ്മയുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ? മകൻ ബാത്റൂമിലും ആങ്ങളെ മാർക്കറ്റിലും അതൊക്കെ പറയണ്ടേ? ഫോണൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടാ ബുദ്ധിമാന്മാര് ബന്ദിപ്പൂര് പോയത്. ആ, അവർ ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയെന്നിരിക്കും. സുൽത്താൻ ബത്തേരിയും ബന്ദിപ്പൂരും എന്റെ മകനും അങ്ങളേക്കും വിലക്കുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. അത് കറക്റ്റാ. പക്ഷേ വേറൊരു സംഗതി അതിന് ഇടയ്ക്ക് കിടപ്പുണ്ട്. അതായത് നരേന്ദ്രൻ തമ്പി ബന്ദിപ്പൂര് പോയ ദിവസം തന്നെയാണ് ചന്ദ്രമോഹനും അമ്മയുടെ പ്രിയപുത്രനും കൊട്ടേഷൻ സംഘവും കൂടി ബന്ദിപ്പൂര് പോയത്. പിറ്റേ ദിവസം മുതൽ നരേന്ദ്രൻ തമ്പിയെ കാണാനുമില്ല. എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാട്ടെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന രസം കിട്ടും.